ഹലോ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകണമെന്ന് പറയുന്നത് കൂടല്ലു തീർത്ഥ ഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസിലോട്ടാണ്. നമ്മുടെ അഗുംബെ വാട്ടർഫാൾസ് എന്ന് അങ്ങനെ അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ സ്പോട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി നമുക്ക് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫീസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സംഭവം നമ്മളവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഗൈസ് അറിയുന്നത്, ഒരു 4 കിലോമീറ്ററോളം നടന്നാൽ നമുക്ക് ആ പ്ലേസിലോട്ട് എത്തപ്പെടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അഗുംബയിലോട്ട് വന്നിട്ട് നമുക്ക് ചെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ചെന്നിട്ട് എന്താ പറയുക, ഇതേപോലെ 1, 2, 3 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചിട്ട് തന്നെ എത്തുന്ന സ്ഥലങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലമൊക്കെ നല്ല വേദന എന്ന് വെച്ചാൽ തളർന്ന് ക്ഷീണിച്ച് വയ്യാണ്ടായിട്ടാണ്ടോ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് എത്തി കണ്ടത്. നമ്മൾ പോണ വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അട്ട എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ട് ഗായ്സ്. നമ്മൾ അട്ടേനെയും പേടിച്ചിട്ടും കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഞാനാണെങ്കിൽ 2 അടി നടക്കും, കാലിലോട്ട് നോക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഈ സാധനം കാലിൽ കയറുന്നത് കണ്ട്. ഈ പറയുന്ന വഴി കൂടിയാണ് നമ്മൾ പോണത്. കാലുമേലേക്കോട്ട് കയറണ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഷൂവിൽ നിന്ന് തന്നെ ഒരു 10-20 പ്രാവശ്യം അട്ടേനെ കിട്ടിയിട്ടുള്ളത്. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കാലിൽ അട്ടേനെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മൾ കയറിനേക്കാളും മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനം തരും കേട്ടോ. കാരണം അട്ട നമ്മുടെ കാലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് പോകട്ടെ. അപ്പോൾ നമ്മളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ കാട്ടിലോട്ട്. കുറേ നടക്കാനുണ്ടെന്ന് വെച്ചാൽ കുറേ നടക്കാനുണ്ട് ഗൈസ്. കുറേ നടന്ന് നമ്മൾ അവശതയാവും. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടോ. സ്പോട്ടിലോട്ട് എത്തിയപ്പോഴാണ് കേട്ടോ വണ്ടർഫുൾ പ്ലേസ് എന്ന് വെച്ചാൽ വണ്ടർഫുൾ പ്ലേസ് ആണ് കേട്ടോ. കാരണം നല്ല ഹൈറ്റിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഇങ്ങനെ ചാടി വീഴാണ്. ഇഷ്ടമാതിരി ആൾക്കാരാണ് കേട്ടോ. നമുക്ക് അത്രയും നമ്മൾ അവശതയിൽ നടന്നതൊക്കെ നമ്മൾ അവിടെ വരുമ്പോൾ മറക്കൂട്ടോ. കാരണം നല്ല രസം എന്ന് വെച്ചാൽ ആ ഒരു വെള്ളം ചാടണേൻ്റെയും പിന്നെ കാറ്റത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാർക്കുട്ടിയാണെങ്കിൽ നല്ല തണുത്ത് അവളെ ഡ്രസ്സൊക്കെ ഊരിയിട്ടൊക്കെ ഉണ്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇട്ടിരുന്നത് അവർ മുമ്പേ പോയായിരുന്നു പാറുവിനെയും കൊണ്ടേ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. തണുത്ത് വിറച്ചിരിക്കണം. നമ്മൾ ഗംഭീ വ്യൂ പോയിൻ്റാണ് ഇട്ടത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കണ്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ. മല്ലേസ് റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നൈറ്റ് ബിരിയാണി ഉണ്ട് കഴിച്ചത്. താഴെ തന്നെ നമ്മുടെ ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ട് അപ്പോൾ എൻ്റെ മുഖം കണ്ട കരിവാളിച്ചിരിക്കുകയായിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് വേറെ ഹോട്ടലിലോട്ട് പോയിട്ട് നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നിട്ട് അങ്ങനെ നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോണത് കാവേരി ദുർഗ എന്ന് പറഞ്ഞൊരു ഫോർട്ടിലോട്ട് പോണത്. അവിടെ ചെന്നപ്പോഴാണ് അടുത്ത ടിസ്റ്റ്. ഇതാ കണ്ടതാണ് ഫോർട്ട്. അത്രയും ദൂരം നമ്മൾ നടന്ന് തന്നെ പോകണം. വീണ്ടും നമ്മുടെ നടപ്പ് ആരംഭിച്ചു കിട്ടും. അപ്പോൾ ഇന്നലത്തെ നടപ്പ് ഓർമ്മയുള്ളതുകൊണ്ട് നമ്മളൊന്ന് പേടിച്ചു. കാരണം അതേപോലെ തന്നെ അട്ട പോയിൻ്റൊക്കെ ഉള്ള സ്ഥലങ്ങളാണോ എന്നൊക്കെ. പക്ഷെ അട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം നടക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് പടി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായില്ല. എന്നാലും ഇഷ്ടമാതിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. കുറേ നടന്നപ്പോൾ തന്നെ എന്താ പറയുക, മഴയൊക്കെ പെയ്യുന്നുള്ള സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ റെയിൻകോട്ടൊക്കെ കയ്പ്പിച്ചിട്ട് പോയത്. കാരണം ഇവിടെയൊക്കെ നല്ല വേനൽക്കാലത്ത് നല്ല മഴയൊന്നും കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയുക, കാലാവസ്ഥ മങ്ങിയും മാഞ്ഞും പോണ കാലാവസ്ഥയെന്ന്. ഒന്ന് മഴ പെയ്ത് 5 മിനിറ്റായിരുന്നു വെയിലുദിക്കുന്ന കാലാവസ്ഥയുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് മഴ കിട്ടിയായിരുന്നു. നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തപ്പോൾ മഴ കിട്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചപ്പോഴൊക്കെ മഴയുടെ ഒരു മൂടൽക്കെട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. നടന്നു പോണ വഴിയൊക്കെ നമ്മൾ കുടയും ചൂടിയൊക്കെയാണ് പോയിരുന്നത്. പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടേക്ക് ഒന്ന് കയറി ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ്ടപ്പോൾ നമുക്ക് അന്നേരത്തുള്ള അത്രയും ബുദ്ധിമുട്ടില്ലാത്ത നടപ്പാണ് കേട്ടോ. കണ്ടില്ലേ, വഴിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേത് കാടിൻ്റെ ഉള്ളിൽ കൂടെ അട്ടേനൊക്കെ പേടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കയറാനും ഭയങ്കര പാടുണ്ട്. നമ്മൾ അണച്ചു പോകും. അത്രയ്ക്കും എന്താ പറയുക, അത്യാവശ്യം നല്ല വെയിലില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനോട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്താൽ പറ്റാൻ നടക്കണം. അപ്പോൾ ഒരു ഉഷാറ് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കോട്ടഗിരി നടക്കാനുണ്ട് കേട്ടോ. കുറേ നടക്കാനൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ ട്രിപ്പ് മെമ്പേഴ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആള് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറേ ഇങ്ങനെ ചിരിക്കുന്നത്. ഞാനിങ്ങനെ നടന്നു പോണ വീഡിയോസ് കണ്ടിട്ട് കുറേ കമൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, അഗുംബയിലോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നടന്ന് അവശതയായി പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. കാണാൻ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് വയ്യാണ്ടായി പോകും. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. നമുക്ക് കാലുകൊണ്ടുള്ള അധ്വാനമാണ് കൂടുതൽ. പെട്ടെന്ന് ചെന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. നമ്മളങ്ങനെ അറ്റത്തെത്തി നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഞാൻ മുകളിലോട്ടൊക്കെ നമുക്ക് കയറണുണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് കയറില്ല. നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് ചോദിച്ചു കണ്ടത്. ആ കണ്ണ മുകളിൽ അവിടെ വരെയൊക്കെ എല്ലാവരും പോകണം. ഒന്നും പോയൊന്നുമില്ല. കാരണം അതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു കിട്ടും. നേരെ ഇറങ്ങാനാണ് പാടിട്ടോ. നമ്മൾ കയറ്റം കയറിയപ്പോഴേ താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഷൂ ഇട്ടുകൊണ്ട് എനിക്കെന്തോ കാല് കുറ്റി ഭയങ്കര വേദന പോലെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കടയുണ്ടായിരുന്നു. നമ്മൾ അവിടെ കിട്ടുന്ന നൂഡിൽസ് ആട്ടോ. നൂഡിൽസ് ഓരോന്ന് വെച്ച് വാങ്ങിച്ച് കഴിച്ചു കിട്ടും. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പോണ വഴിക്ക് തന്നെ ഫുഡ്